നടുക്കുന്ന ദൃശ്യം പുറത്ത്. ഇത് ആസൂത്രിത കൊലപാതകമല്ലാതെ പിന്നെ എന്താണ്? കഴിഞ്ഞ ദിവസം വഖഫ് ഭൂമി കയ്യേറ്റ കേസുകൾ വാദിക്കുന്ന മുതിർന്ന അഭിഭാഷകൻ ഹാജ മൊയ്സുദ്ദീൻ കാറിടിച്ച് ദാരുണമായി കൊല്ലപ്പെട്ടിരുന്നു. ഹൈദരാബാദ് മാസബ് ടാങ് സ്വദേശിയായ ഹാജ മൊയ്സുദ്ദീൻ വീടിന് മുന്നിൽ വെച്ച് ഓഫീസിൽ പോകുവാൻ തൻ്റെ ഇന്നോവ കാറിലേക്ക് കയറുവാൻ ഒരുങ്ങുമ്പോഴാണ് ഒരു സ്കോർപിയോ പിന്നിലൂടെ വന്ന് അദ്ദേഹത്തെ ഇടിച്ചു തെറിപ്പിച്ച് കടന്നു കളഞ്ഞത്. ഈ ദൃശ്യം കാണുമ്പോൾ തന്നെ ആർക്കും ഒരു കാര്യം മനസ്സിലാവും, ഇത് കൃത്യമായ ആസൂത്രണത്തോടെ നടത്തിയ ഒരു കൊലപാതകമാണ് എന്ന്. ശനിയാഴ്ച രാവിലെ 8 മണിയോടെ ഹൈദരാബാദിലെ മസബ് ടാങ് ഏരിയയിലുള്ള അദ്ദേഹത്തിൻ്റെ വസതിക്ക് പുറത്തു വെച്ചാണ് അതിദാരുണമായ ഈ കൊലപാതകം നടന്നത്. തൻ്റെ ഇന്നോവ കാറിനുള്ളിലേക്ക് ബാഗ് വെച്ച ശേഷം ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറുവാൻ തുടങ്ങിയ മൊയ്സുദ്ദീനെ പുറകിൽ നിന്നെത്തിയ പച്ച നിറത്തിലുള്ള മഹേന്ദ്ര സ്കോർപിയോ മനഃപൂർവ്വം പാത മാറ്റിവന്ന് ഇടിച്ച് തെറിപ്പിക്കുകയായിരുന്നു. ഇടിയുടെ ആഘാതത്തിൽ 20 അടിയോളം ദൂരേക്ക് തെറിച്ചു വീണ ഇദ്ദേഹത്തെ നാട്ടുകാർ ഉടൻ തന്നെ മഹാവീർ ആശുപത്രിയിലും പിന്നീട് വിദഗ്ധ ചികിത്സയ്ക്കായി മറ്റൊരു ആശുപത്രിയിലേക്കും മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. സംഭവത്തിൻ്റെ CCTV ദൃശ്യമാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടത്. വർഷങ്ങളായി നീണ്ടു നിൽക്കുന്ന വഖഫ് ഭൂമി കയ്യേറ്റ കേസുകളുമായി ബന്ധപ്പെട്ട തർക്കമാണ് കൊലപാതകത്തിന് പിന്നിലെന്ന് മൊയ്സുദ്ദീൻ്റെ കുടുംബം ആരോപിച്ചു. വഖഫ് സ്വത്തുക്കൾ നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തുന്നതിനും സ്വകാര്യവൽക്കരിക്കുന്നതിനുമെതിരെ മൊയ്സുദ്ദീൻ നിരവധി കേസുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നുവെന്നും മകനും അഭിഭാഷകനുമായ മുഹമ്മദ് ഫർഖാൻ പറഞ്ഞു. മുൻപും ഈ കേസുകളുടെ പേരിൽ പിതാവിന് നേരെ ആക്രമണങ്ങളും വധഭീഷണികളും ഉണ്ടായിട്ടുണ്ടെന്നും സംഭവത്തിൽ 2 പേർക്ക് കൃത്യമായ പങ്കുണ്ടെന്നും ഫർഖാൻ ആരോപിക്കുന്നു. സംഭവത്തിൽ ഹിറ്റ് ആൻഡ് റൺ കേസ് രജിസ്റ്റർ ചെയ്തതായും പ്രതികളെയും വാഹനവും കണ്ടെത്തുന്നതിനായി 4 പ്രത്യേക സംഘങ്ങളെ നിയോഗിച്ചതായും പോലീസ് ഉദ്യോഗസ്ഥർ അറിയിച്ചു. സുപ്രധാനമായ കേസുകൾ കൈകാര്യം ചെയ്യുന്ന അഭിഭാഷകർക്ക് സംരക്ഷണം നൽകണമെന്നും പ്രതികളെ ഉടൻ പിടികൂടണമെന്നും ആവശ്യപ്പെട്ട് ഹൈദരാബാദിലെ അഭിഭാഷക സംഘടനകൾ രംഗത്തെത്തിയിട്ടുണ്ട്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.